ഒന്നിനും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഭയമാണ്, പലതരത്തിലുള്ള ഭയമാണ്. ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പേടി, ആളുകളുടെ മുന്നിലേക്ക് പോകാൻ പേടി, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പേടി, ബിസിനസ് തുടങ്ങാൻ പേടി, അതുപോലെ തന്നെ ജോലി മാറാൻ പേടി, യാത്ര ചെയ്യാൻ പേടിയാണ്, രോഗം വരുമോ എന്നുള്ള പേടിയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുള്ള ആങ്സൈറ്റി കൊണ്ടുള്ള പേടിയാണ്, പലതരത്തിലുള്ള ഡിപ്രഷനാണ്, കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസമില്ല, ഉന്മേഷക്കുറവാണ്. ഇത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പേടി, യാത്ര ചെയ്യാൻ പേടി, വിമാനത്തിൽ കയറാൻ പേടി, ബൈക്കിൽ കയറാൻ പേടി, സംസാരിക്കാനുള്ള പേടി, ഇങ്ങനെ പലതരത്തിലുള്ള പേടികൾ കാരണം ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. നല്ല കഴിവുള്ള ആളുകൾ, നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പലപ്പോഴും വരാറുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുണ്ട്, പക്ഷേ ചെറിയ ചെറിയ പേടികൾ കാരണം ജീവിതം തന്നെ തകർന്നു പോയ ആളുകൾ. കുടുംബത്തിൽ വലിയ പ്രശ്നമാണ് ഈ പേടി കാരണം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റൂം അടച്ചിട്ട് ഡ്രസ്സ് മാറാൻ പേടി, ബാത്റൂമിൽ കയറിയിട്ട് ഡോറ് ലോക്ക് ചെയ്തിട്ട് കുളിക്കാൻ പേടി, ഇതിനിടയിൽ എങ്ങനെ മരിച്ചു പോകുമോ എന്നുള്ള പേടി കാരണം ഭീകരമായിട്ടുള്ള അസ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ പേടി കയറിക്കൂടിയത്? കുട്ടിക്കാലം മുതൽ നമ്മളോട് പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള പല കഥകളിലൂടെയാണ് നമ്മുടെ മനസ്സ് പേടിയെ സ്വീകരിക്കാൻ പാകത്തിലേക്ക് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടത്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻറ്റോ, തൊട്ടടുത്ത റൂമിലുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാണുകയോ പെട്ടെന്ന് ആരെങ്കിലും മരിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റും കൂടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും നിരന്തരമായിട്ട് പേടി പിന്നെ വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്ന തരത്തിലേക്ക് പേടി കാരണം പലരും ആയി പോകാറുണ്ട്. നിങ്ങൾ ഈ അനുഭവം ഉള്ളൊരു വ്യക്തിയാണോ? ഇതിന് എങ്ങനെ പുറത്ത് കിടക്കാം? ഇതിനാണ് സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം. 2 ദിവസം, ഒരു ദിവസം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഈ പേടി സ്വാധീനം ചെലുത്തിയത്? എങ്ങനെയാണ് പേടിയെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടത്? എങ്ങനെ ഈ പേടിയിൽ നിന്ന് പുറത്ത് കിടക്കാം? എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് നമ്മുടെ മൈൻഡിനെ നല്ല ധൈര്യത്തിലേക്ക്, കോൺഫിഡൻസിലേക്ക് എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാമെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൻ്റെ മാനുവൽ പഠിപ്പിച്ചു തരുന്ന പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡിൻ്റെ തിങ്കിങ് പാറ്റേൺ, നമ്മുടെ മൈൻഡിൻ്റെ ചിന്തയുടെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മൈൻഡിൻ്റെ ചിന്തയുടെ പാറ്റേൺ റീപ്രോഗ്രാം ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ മൈൻഡിൽ യഥാർത്ഥമായിട്ടുള്ള കീഴടക്കൽ നടക്കുന്നത്. ജീവിതത്തിൽ 90% സമയവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയുടെ നിയന്ത്രണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, നമ്മുടെ കയ്യിലല്ല. നമ്മൾ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, പേടി, ഭയം, ആശങ്ക, കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? ഒരുപാട് ആളുകളെ കൗൺസിൽ ചെയ്ത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വലിയ രൂപത്തിലേക്കുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയെന്ന ഒരു ഉറച്ച ബോധ്യത്തോട് തന്നെയാണ് പറയുന്നത് സെൽഫ് മാസ്റ്ററി. ഇത് നിങ്ങൾ തേടുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഈ പ്രശ്നം നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സഹായകരമായിട്ടുള്ള പ്രോഗ്രാമാണ് സെൽഫ് മാസ്റ്ററി. 1 ദിവസം, 2 ദിവസം നിങ്ങളുടെ മൈൻഡിനെ മനസ്സിലാക്കി മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ച് 90 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ ചെയ്യാൻ വേണ്ട പുസ്തകങ്ങളും സീഡികളും എല്ലാം തന്ന് കൃത്യമായ ഫോളോ അപ്പോട് കൂടി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പ്രോഗ്രാം. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ നമ്മുടെ ഭയത്തെ മാറ്റേണ്ടത്? താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ജീവിതം എന്ന് പറയുന്ന ഈ ഒരു അവസരത്തെ, അസുലഭമായൊരവസരത്തെ ആസ്വദിച്ച് സന്തോഷത്തോടെ ധൈര്യത്തോടെ ജീവിക്കാൻ തയ്യാറാകുക. സ്വാഗതം സെൽഫ് മാസ്റ്ററിയിലേക്ക്.